ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അത് ചെന്നൈ വേലച്ചേരി വിജയനഗറിൽ ഒരാൾ ഷോക്കേറ്റ് മരിച്ചു. അത് പ്രദേശവാസി ശക്തിവേലാണ്. പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് മരണമെന്നാണ്. നമുക്ക് മുഹമ്മദ് റയീസിലേക്ക് ഒന്ന് പോകാം. മുഹമ്മദ് റയീസ്, ഇപ്പോൾ ഷോക്കേറ്റ് ഒരു മരണം കൂടി എന്ന വാർത്ത കൂടി വരുന്നുണ്ടല്ലോ റഹീസി, ചെന്നൈ വേലച്ചേരിയിൽ നിന്ന്. മുഹമ്മദ് റയീസ്, കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഷോക്കേറ്റ് ഒരു മരണം കൂടി എന്ന വാർത്ത ചെന്നൈയിൽ നിന്ന് വരുന്നുണ്ടല്ലോ. വിജയനഗറിൽ പ്രദേശവാസി ശക്തിവേൽ ഷോക്കേറ്റ് മരിച്ചു. പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഈ മരണമെന്നാണല്ലോ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മുഹമ്മദ് റയീസ്. അതെ, ഷോക്കേറ്റുള്ള ഒരു മരണം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായി വൈദ്യുതി ലൈനിൽ നിന്ന് അതെ തീർച്ചയായിട്ടും ഷോക്കേറ്റ് ഒരു മരണം കൂടി ഉണ്ടായിരിക്കുന്നു. ചെന്നൈ വേലച്ചേരി വിജയനഗറിലാണ് ഒരാൾ ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നത്. പ്രദേശവാസിയായിട്ടുള്ള ശക്തിവേലാണ്. ഈ പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് മരിച്ചിരിക്കുന്നത് ഇയാൾ. അതായത് ചെന്നൈ വേലച്ചേരി വിജയനഗർ സ്വദേശി ശക്തിവേൽ, ഇയാളാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശത്ത് വേലച്ചേരി, ചെന്നൈയുടെ കുറച്ച് പ്രദേശങ്ങളിലൊക്കെ കുറച്ച് സമയമായി വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ശേഷം ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചപ്പോൾ ഉണ്ടായ അപകടമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം താഴ്ന്ന പ്രദേശങ്ങളിൽ പലതിലും വെള്ളം കയറിയതിനാൽ നിലവിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇത് അങ്ങനെ ഉണ്ടായ ഒരു അപകടമാണോ എന്ന് അറിയില്ല. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി പങ്കുവയ്ക്കാനുണ്ട്. നിലവിൽ ഏറ്റവും പുതിയ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പ് വന്നതിനു ശേഷം പ്രത്യേകിച്ച് തമിഴ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് കുറച്ചുകൂടി നേരത്തെ ഏതാണ്ട് ഒരു 10 മണിയോടൊക്കെ കൂടി ഈ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരം തൊടാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ്. കാരണം മഹാബലിപുരത്തിനോട് അടുത്താണ് ചുഴലിക്കാറ്റ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി വേഗത്തിൽ ഈ ഒരു ചുഴലിക്കാറ്റ് തീരം തൊടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. മഹാബലിപുരത്തിനോട് ഏതാണ്ട് 50 കിലോമീറ്റർ അടുത്ത് എന്നുള്ള തരത്തിലൊക്കെയാണ് നിലവിൽ വിവരം ലഭിക്കുന്നത്. അതേ ഒരു അറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് എങ്കിൽ ഇത് 2:30-ക്കുള്ള കണക്ക് തന്നെയായിട്ടാണ് പറയുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെയല്ല, മറിച്ച് മഹാബലിപുരത്തിന് സൗത്ത് ഈസ്റ്റ് ആയിട്ട് 50 കിലോമീറ്റർ, പുതുച്ചേരിക്ക് അടുത്തായി ഒരു 80 കിലോമീറ്റർ, അവിടെ ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് മേഖലയിൽ ഒരു 80 കിലോമീറ്റർ, ചെന്നൈയിൽ നിന്ന് നിലവിൽ 90 മീറ്റർ എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ തമിഴ്നാട് മാധ്യമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചുഴലിക്കാറ്റ് എത്തുമെന്നുള്ള തരത്തിലേക്ക് അവർ വാർത്തകൾ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് സൂചിപ്പിച്ചു പോയതാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ ചുഴലിക്കാറ്റ് പ്രതീക്ഷിക്കാമെന്ന് തന്നെ കരുതാം. ഒരു 10 മണിയോടടുക്കുന്ന സമയം, ഏതാണ്ട് ആ സമയം മുതൽ ഏത് നിമിഷവും ചുഴലിക്കാറ്റ് തീരം തൊടാമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. നേരത്തെ ഈ മരണത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നതാണ്. നിലവിൽ കുറേ നേരമായി തമിഴ്നാടിൻ്റെ വിവിധ മേഖലകൾ, അല്ലെങ്കിൽ പ്രധാനമായും ചെന്നൈയുടെ വിവിധ മേഖലകളിൽ കറണ്ടില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ കണക്കല്ല, ഇവിടെ മഴ നന്നായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറായി നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങിയ സമയം മുതൽ തന്നെ, നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ മഴയില്ല. ചെന്നൈയുടെ വിവിധ മേഖലകളിൽ മഴ കുറഞ്ഞതായി നിരവധി പേർ നമ്മളെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മഴ കുറഞ്ഞപ്പോൾ ഒരുപക്ഷെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതാകാം ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണം എന്നുകൂടി മനസ്സിലാക്കേണ്ടി വരും. കാരണം പലയിടങ്ങളിലും ഇപ്പോൾ വൈദ്യുതി ബന്ധമില്ല. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ വൈദ്യുതി ബന്ധം കൂടി പുനഃസ്ഥാപിച്ചാൽ മാത്രമേ പൂർണ്ണതോതിൽ ഈ ആളുകളെയൊക്കെയും ക്യാമ്പുകളിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചപ്പോൾ ഉണ്ടായ ഒരു അപകടമാണ്. വൈദ്യുതി ലൈനുകൾ പലയിടത്തും പൊട്ടിക്കിടപ്പുണ്ട്. അതിശക്തമായ കാറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ചെന്നൈയിൽ ഏതാണ്ട് രാവിലെ ഒരു 6 മണി മുതൽ ഒരു 12:30 വരെ, ഉച്ചയ്ക്ക് 12:30 വരെ നല്ല കാറ്റ് വീശിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വൈദ്യുതി ലൈനുകളൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ടാവാം. അപ്പോൾ അതും ജനങ്ങൾ കൃത്യമായി ഒരു ജാഗ്രതയുള്ളവരായിരിക്കണം. അത്തരത്തിൽ കുട്ടികളെയൊക്കെയും പ്രത്യേകിച്ച് പുറത്തേക്ക് ഇറക്കരുത് എന്ന് മന്ത്രിമാരടക്കം ആവർത്തിച്ചാവശ്യപ്പെടുകയാണ്. സംസ്ഥാനത്തിൻ്റെ മന്ത്രിമാരെ അടക്കം എല്ലാവരും ബൈറ്റ് തരുമ്പോൾ പ്രധാനമായും പറയുന്നത് കുട്ടികളെ അടക്കം പുറത്തേക്ക് ഇറക്കരുത് എന്നാണ്. വഴിയരികിൽ ഉള്ള വൃക്ഷങ്ങളൊക്കെ കടപുഴകി വീഴാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഈ ഒരു രാത്രി
അത്ര പന്തിയായിട്ടല്ല പോകുന്നത്. അതിൽ കൃത്യമായ പന്തികേടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെയും നൽകി പോരുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് കടലോര മേഖലയിലുള്ളത് ഈ തീരദേശ ബെൽറ്റിലുള്ളവരൊക്കെയും അതിശക്തമായ ഒരു മഴയും കാറ്റുമൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെയും മഴ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ശക്തമായ കാറ്റുണ്ട്. ഫിഞ്ചാൽ തീരത്തേക്ക് എത്തുമ്പോൾ മഴ കൂടി കനക്കുമെന്നാണ് പറയുന്നത്. ശരി, മുഹമ്മദ് റയീസ് തുടരുക. റയീസ് ഇപ്പോൾ പറയുന്നത് മഴയ്ക്ക് ചെറിയ ശമനമുണ്ട് ചെന്നൈയിൽ എന്നുള്ളതാണ്.